വന്ദേ മാതര ഗാനം വീണ്ടും വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠ് എന്ന നോവലിൽ അതിൻ്റെ കർത്താവായ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എഴുതി ചേർത്തതാണ് ഈ ഗാനം. ഇത് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ ആലപിക്കുമ്പോൾ പ്രവർത്തകർ വളരെ ആവേശഭരിതരാവുകയും ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുകയും ആ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടുതലായി പങ്കാളികളാവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഗാനത്തിന് ഒരു പ്രത്യേകത നാം ഇപ്പോൾ കേട്ടത് ഭാരതാംബയെ സ്തുതിക്കുന്ന പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ്. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ശ്ലോകം ഭാരതാംബ ശക്തി സ്വരൂപിണിയായ ദുർഗാദേവി എന്ന നിലയിൽ ആണ് പ്രകീർത്തിക്കപ്പെടുന്നത്. 4ാമത്തെ ശ്ലോകമാകട്ടെ ഐശ്വര്യസമ്പൂർണമായ ഒരു ദേവിയാണ് ഭാരതാംബ എന്നുള്ള നിലയിൽ ഭാരതാംബയെ ലക്ഷ്മി ദേവിയായിട്ട് പ്രകീർത്തിക്കപ്പെടുന്നു. 5ാമത്തെ സ്റ്റാൻസയാകട്ടെ എല്ലാ വിജ്ഞാനങ്ങളുടെയും വിളനിലമായ ഭാരതാംബയെ സരസ്വതി ദേവിയായി ഉപമിക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരം ഹിന്ദുക്കളുടെ ഒരു സമരമായി തീർന്നു പോകുമോ എന്ന് ഭയന്നത് കൊണ്ടായിരിക്കാം മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, ഇത് പാടാൻ പാടില്ല, ഇത് വിഗ്രഹാരാധനയുടെ ഒരു ഭാഗമായി മാറുന്നു എന്നാണ്. ഭാരതം നമ്മുടെ മാതാവാണ് എന്നുള്ള സങ്കല്പത്തെയാണ് ഇവർ വിഗ്രഹാരാധനയുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ തുടങ്ങിയത്. ഏതായാലും കോൺഗ്രസിന്റെ അന്ന് മുതൽക്കേ ഉള്ളൊരു പ്രത്യേകത ഈ ഇസ്ലാം മത തീവ്രവാദികളുടെ മുൻപിൽ കീഴടങ്ങുക എന്നുള്ളതായിരുന്നു. മുഹമ്മദ് അലി ജിന്ന ഇതിനെ എതിർത്തപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസിനോട് റിക്വസ്റ്റ് ചെയ്തു, അതായത് ആദ്യത്തെ 2 സ്റ്റാൻസ മതി, ബാക്കിയുള്ളത് നമുക്ക് പാടണ്ട എന്ന്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ അവസാനത്തെ 3 ഖണ്ഡികകൾ പാടണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ 1935 വന്ദേ മാതര ഗാനത്തെ വെട്ടിമുറിച്ചു. മുസ്ലിം ലീഗിന് വേണ്ടി അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതെവിടെ ചെന്ന് നിന്നു? 1947 ആയപ്പോൾ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭാരതത്തെ 2ആയി വെട്ടിമുറിച്ചു. അതിൽ നിന്നൊക്കെ ഒരു മോചനമായിരുന്നു ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്ത്യയുടെ ഭരണം. അത് കൈവിട്ടുപോയ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഭാരത മാതാവിനോട് ഭാരത രാഷ്ട്രത്തിനോടുള്ള ഭക്തിയും സ്നേഹവും കൂടുതൽ വളർത്താനും ഈ ഭാരത മാതാവിനെ കൂടുതൽ ശക്തയാക്കുന്നതിനും ഉള്ള പ്രചോദനത്തിന്റെ സ്രോതസ്സായി മാറുവാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. ആ പാർട്ടിയുടെ ഭരണം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു.